ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 90-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 75 തുടങ്ങി 79 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. തൊട്ട് മുമ്പത്തെ പേജിൽ അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികളോട് എപ്പോഴും ജാഗരൂകരായിക്കൊണ്ടിരിക്കണം. കാരണം ശത്രുക്കൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ആക്രമിക്കാം. കാരണം ഉഹുദ് യുദ്ധത്തിലെ പരാജയം കൊണ്ട് ശത്രുക്കൾക്ക് അവരുടെ ആത്മധൈര്യം വർദ്ധിച്ചേക്കാണ്. കാരണം ഉഹുദ് യുദ്ധത്തിൽ സത്യവിശ്വാസികൾക്ക് ഒരുപാട് നല്ല സ്വഹാബികളെ, പ്രഗത്ഭരായ സ്വഹാബികളെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പരാജയം നേരിട്ടപ്പോൾ ഇനി എവിടെ വെച്ച് കണ്ടാലും ഇവരെ ആക്രമിക്കാനുള്ളൊരു ടെൻഡൻസി ഇവരിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹു സത്യവിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങൾ ജാഗരൂകരായിരിക്കണം, എപ്പോൾ വേണമെങ്കിലും അക്രമം നേരിട്ടേക്കാം. നിങ്ങൾ പല കൂട്ടങ്ങളായിക്കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചോ ഒക്കെ യുദ്ധത്തിന് തയ്യാറായി പോവുക എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ യുദ്ധത്തിനുള്ളൊരു ആഹ്വാനം കിട്ടിയപ്പോൾ ഇവരിലുള്ള കുറച്ച് പേര് മടിച്ചു നിന്നു. അവരെന്ത് ചെയ്തു? അവർ യുദ്ധത്തിന് പോവാണ്ട് പല കാരണങ്ങളൊക്കെ പറഞ്ഞ് മടിച്ചു നിന്നു. അങ്ങനെ ഈ യുദ്ധം ചെയ്യാൻ പോയ ആളുകൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർ പറയും, ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങളെ അള്ളാഹു അനുഗ്രഹിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ തോന്നിയില്ല എന്ന് പറയും. ഇനി യുദ്ധത്തിന് പോയി എന്തെങ്കിലും നന്മ കിട്ടുകയാണെങ്കിൽ ഇവരെന്താ പറയാം? അയ്യോ, ഞങ്ങൾ അവരെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും അതൊക്കെ കിട്ടുമായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ അതിന് അള്ളാഹു പറഞ്ഞു, യുദ്ധത്തിന് പോയി ഇനി നിങ്ങൾ ഷഹീദാവുകയോ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുകയോ ചെയ്താലും നിങ്ങൾക്ക് യാതൊരു നഷ്ടവും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും ഇഹത്തിൽ നമുക്കത് ചിലപ്പോൾ പരാജയമായിരിക്കാം, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഇല്ല. അള്ളാഹു നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്ത പേജിലായിട്ട് നമുക്ക് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. ഇവിടെ അള്ളാഹു പറയണം എന്താണെന്ന് വെച്ചാൽ, യുദ്ധത്തിന് പോകാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാരോടാണ് ചോദ്യം. നിങ്ങൾക്ക് എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാണ്ടിരിക്കാനായിട്ടുള്ള കാരണം എന്നാണ് അള്ളാഹു ചോദിക്കണേ. ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്? മക്കയിൽ ബലഹീനരായ കുറച്ച് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യാനായിട്ട് പറഞ്ഞത്. അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് പ്രാർത്ഥിക്കണത്? ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ ഈ അക്രമികളായ ആളുകളുടെ നാട്ടിൽ നിന്നും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് അവർ. അവർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനാണ് അള്ളാഹു പറയണത്. ഇവിടെ ഈ ബലഹീനരായവർ എന്ന് പറഞ്ഞത് ആരാന്ന് വെച്ചാൽ, മക്കയിൽ സത്യവിശ്വാസം സ്വീകരിച്ച് മുശ്രിക്കുകളുടെ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ട് കുറച്ച് പേര് ഇപ്പോഴും അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ മദീനയിലേക്ക് ഹിജറ പോയെങ്കിലും ഹിജറ പോകാൻ സാധിക്കാണ്ട് മക്കയിൽ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ച് കഴിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ അതിൽപ്പെട്ട ഒരാളാണ്. ആദ്യകാലത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാതാവും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇസ്ലാം. ആ സമയത്ത് ഇവർക്ക് ഹിജറ പോകാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹുവും കുടുംബമൊക്കെ ഹിജറ പോകാൻ ഒരുങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകനെയും ഹിജറ പോകാനായിട്ട് ഈ ഭാര്യയുടെ കുടുംബാംഗങ്ങൾ സമ്മതിച്ചില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബം പറഞ്ഞു, ഇത് ഞങ്ങളുടെ വംശത്തിൽപ്പെട്ടതാണ് ഈ ഭാര്യയും കുട്ടിയും, അതുകൊണ്ട് ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെ തടഞ്ഞു നിർത്തി. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഹിജറയ്ക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടും പോകാൻ പറ്റാണ്ട് വിഷമിച്ച് കഴിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെ കുറിച്ചിട്ടാണ് അള്ളാഹുവിടെ മുസ്തദഅഫീന എന്ന് പറഞ്ഞത്. അവർ ബലഹീനരാണ്, അവർക്ക് ഈ ശത്രുക്കളെ അതിജയിച്ച് ഹിജറയ്ക്ക് പോകാൻ പറ്റണില്ല. അഥവാ പീഡനങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും അതിൽ പെടും അല്ലേ. ഈ ആയത്ത് നമ്മളുടെ ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. നമ്മുടെ ഒരു അയൽവാസീനെ ആരെങ്കിലും വന്ന് പീഡിപ്പിക്കണ കണ്ട മനുഷ്യത്വമുള്ള ഏതൊരാളാണെങ്കിലും അതിലിടപെടും, അവരെ സഹായിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും. അപ്പോൾ അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബലഹീനരായ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല എന്നാണ് അള്ളാഹു ചോദിക്കണത്.
അപ്പോൾ ആയത്ത് നോക്കാം. വമാലക്കും നിങ്ങൾക്ക് എന്താണ്, മാന്ന് വെച്ചാൽ ഇവിടെ എന്ത് എന്നാണ് അർത്ഥം. ലക്കും നിങ്ങൾക്ക് എന്തു പറ്റി, ലാ തുഖാത്തിലൂന നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാൻ, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ആർക്ക് വേണ്ടിയിട്ടാണ്? വൽ മുസ്തദ്അഫീന, ളുഅഫ എന്ന് വെച്ചാൽ ബലഹീനരായവർ. അപ്പോൾ ബലഹീനരായവർക്ക് വേണ്ടി. അങ്ങനെ ആരൊക്കെയുണ്ട് ബലഹീനനായ? മിനർ റിജാലി പുരുഷന്മാരാകുന്ന, വന്നിസ സ്ത്രീകളും, വൽ വിൽദാനി കുട്ടികളും. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു ബലഹീനരായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് എന്നാണ് അള്ളാഹു ചോദിക്കണത്. ഇനി അല്ലദീന, ഇനി ഈ ആൾക്കാർ പ്രാർത്ഥിക്കുകയാണ്. അവരെന്താ പ്രാർത്ഥിക്കണേ എന്നാണ് അള്ളാഹു പറയണത്. അല്ലദീന യാതൊരു കൂട്ടർ, യഖൂലൂന അവർ പറയുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്താണ്? റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അഖ്രിജ്ന ഞങ്ങളെ നീ പുറത്താക്കി തരണമേ. പുറത്താക്കണം എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിച്ചു തരണമേ. മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അക്രമികളായ ആളുകളുള്ള ഈ രാജ്യത്തിൽ നിന്ന്. ഹാദിഹി എന്ന് വെച്ചാൽ ഇത്, ഖറിയത്ത് രാജ്യം, ലാലിമ് ആരാണ്? അക്രമികൾ. അപ്പം അക്രമികളായ ആളുകൾ, അഹ്ലുഹ അതിലെ ആളുകൾ. അപ്പോൾ ഇവിടെ മക്കയിലെ ഈ മുശ്രിക്കുകളെ കുറിച്ചിട്ടാണ് പറയണത്, അല്ലെങ്കിൽ ഏതൊരു നാട്ടിലും ആക്രമിക്കണ ആളുകളെ കുറിച്ചിട്ടാണ്. ആ അക്രമികളുള്ള രാജ്യത്ത് നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. വജ്അല്ലന ഞങ്ങൾക്ക് നീ ആക്കി തരുകയും ചെയ്യണമേ. മില്ലദുൻക നിന്റെ പക്കൽ നിന്നും, വലിയൻ ഒരു രക്ഷകനെ ആക്കി തരണമേ. വജ്അല്ലന ഞങ്ങൾക്ക് നീ ആക്കി തരണമേ. മില്ലദുൻക നിന്റെ പക്കൽ നിന്നും, നസീറ ഒരു സഹായകനെ ആക്കി തരുകയും ചെയ്യണമേ. അപ്പം ഈ ദുർബലരായ ആളുകൾ അവരുടെ രക്ഷിതാവിനോട് വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്നാണ് അള്ളാഹു ചോദിക്കണത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് സത്യവിശ്വാസികളുടെ യുദ്ധവും അല്ലാത്തവരുടെ, അള്ളാഹുവിനെ അല്ലാണ്ട് മറ്റുള്ള താകൂത്തുകളെ വിളിച്ച് ആരാധിക്കുന്നവരെ യുദ്ധവും തമ്മിലാണ് അള്ളാഹു പറയാണ്. സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യണത്, അതായത് നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. ഇനി പിശാചിൻ്റെ ആളുകളോ, അവിശ്വാസികൾ എങ്ങനെയാണ്? അവർ ത്വാഗൂത്തിന് വേണ്ടിയിട്ടാണ്, ത്വാഗൂത്തിൻ്റെ മാർഗത്തിലാണ് അവർ യുദ്ധം ചെയ്യണത് എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഒരു ആശ്വാസം നൽകുകയാണ്. ഇന്ന കൈത ശൈത്വാനി കാന ളഈഫ, ഈ പിശാചിൻ്റെ എന്തൊക്കെ തന്നെ കുതന്ത്രങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ വളരെ ദുർബലമായതാണ്. സത്യവിശ്വാസികൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്നാണ് അള്ളാഹുവിടെ പറയണത്. പ്രത്യക്ഷത്തിൽ നമുക്ക് ശത്രുക്കൾ ഭയങ്കര ശക്തരാണെന്ന് തോന്നും, അവർക്ക് പല സഹായങ്ങളും ഉണ്ടാവും, വൻ ശക്തികൾ അവരുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവസാനം വിജയം സത്യവിശ്വാസികൾക്ക് തന്നെ ആയിരിക്കും എന്ന് അള്ളാഹു പറയാണ്. അവരെത്ര ശക്തരാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയാലും അവരുടെ തന്ത്രങ്ങളെല്ലാം ദുർബലമായതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അല്ലദീന ആമനു വിശ്വസിച്ചവർ, യുഖാത്തിലൂന അവർ യുദ്ധം ചെയ്യുന്നു, ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അവർ യുദ്ധം ചെയ്യണത്. വല്ലദീന കഫറു അവിശ്വസിച്ചവരാകട്ടെ, യുഖാത്തിലൂന അവർ യുദ്ധം ചെയ്യുന്നു, ഫീ സബീലി താകൂത്ത് അവർ താകൂത്തിൻ്റെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യണത്. താകൂത്ത് എന്താണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അള്ളാഹു അല്ലാണ്ട് മറ്റുള്ള ഏതൊരു ശക്തിയെയും താകൂത്ത് എന്നാണ് പറയണത്. അത് സ്വന്തം ദേഹേച്ഛയാണെങ്കിൽ പോലും അല്ലേ, ഞാൻ എല്ലാത്തിനും പോകുന്നതാണ്, എൻ്റെ കഴിവുകൊണ്ടാണ് എല്ലാം എനിക്ക് കിട്ടിയതെന്നൊക്കെ വിചാരിച്ച ആ ഒരു അഹങ്കാരവും താകൂത്തിൽ പെടും അല്ലേ. അപ്പം ആ താകൂത്തിൻ്റെ മാർഗത്തിലാണ് അവർ യുദ്ധം ചെയ്യണത്. അപ്പം അള്ളാഹു സത്യവിശ്വാസികളോട് പറയുന്നത് ഫഖാത്തിലു അതിനാൽ നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ, ഔലിയ അശ്ശൈത്വാൻ പിശാചിൻ്റെ മിത്രങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ എന്നാണ് അള്ളാഹു പറയണത്. എന്നിട്ട് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്, ഇന്ന കൈത ശൈത്വാൻ നിശ്ചയമായും കെയ്ത് എന്താണ്? തന്ത്രം അല്ലേ. ശൈത്താൻ്റെ തന്ത്രം കാന ളഈഫ അത് വളരെ ദുർബലമായതാണ് എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് കപടവിശ്വാസികളുടെയും അല്ലെങ്കിൽ ദുർബല വിശ്വാസികളായ ആളുകളുടെയും ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ താങ്കൾ കണ്ടില്ലേ കുറച്ച് ആളുകളെ, എന്തായിരുന്നു അവർ മക്കയിൽ വെച്ചിട്ട് ഇങ്ങനെ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ചോദിക്കും, നമുക്ക് കഴിയുന്ന രീതിയിൽ തിരിച്ചാക്രമിക്കാം എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് എന്താണ്? അള്ളാഹുവിൻ്റെ അനുവാദം ഉണ്ടായിരുന്നില്ല യുദ്ധം ചെയ്യാനായിട്ടല്ലേ. അപ്പോൾ അവരോട് നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, നിങ്ങളുടെ കൈകളെ അടക്കി വെക്കുക എന്നാണ് പറഞ്ഞത്. കുഫു ഐദിയക്കും എന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അതിന് പല കാരണങ്ങളുണ്ട്. അന്ന് മക്കയിലായിരുന്ന സമയത്ത് മുസ്ലിങ്ങൾ കുറവാണ്. പിന്നെ ഈ സത്യവിശ്വാസികളും മുശ്രിക്കുകളും ഒക്കെ മക്കയുടെ പരിസരങ്ങളിലാണ് താമസിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ സമയത്ത് യുദ്ധം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഹറമിൽ വെച്ചിട്ടൊരു യുദ്ധവും സംഘടനയൊക്കെ ഉണ്ടാവാനിടയായിത്തീരും. അതുകൊണ്ടൊക്കെ തന്നെ അള്ളാഹു ആ സമയത്ത് ഇവരോട് യുദ്ധത്തിന് അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മദീനയിലേക്ക് ഹിജറ പോയി അവിടെ ഒരു അനുകൂല അന്തരീക്ഷം ഉണ്ടായപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിച്ചത് മാതിരി നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഒരു കൽപ്പന വന്നത്. പക്ഷേ ആ കൽപ്പന വന്നപ്പോൾ ഈ കപട വിശ്വാസികൾക്കും ദുർബല വിശ്വാസികളായ ആളുകൾക്ക് എന്താണ്, അത് അസ്വസ്ഥതയുണ്ടാക്കി. അവർക്ക് ഈ
ശത്രുക്കൾ വളരെ ശക്തരാണ്, അപ്പം ഞങ്ങൾ മരിച്ചു പോവോ എന്നുള്ള പേടിയാണ് അവരിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, റബ്ബേ എന്തിനാണ് ഞങ്ങൾക്ക് ഈ യുദ്ധം നിർബന്ധമാക്കിയത്? മുമ്പ് ചോദിച്ചതൊക്കെ അവർ മറന്നുപോയി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് റബ്ബേ ഞങ്ങൾക്ക് ഇങ്ങനെ യുദ്ധം നിർബന്ധമാക്കിയത്? ഞങ്ങളെ കുറച്ച് കാലം കൂടി ജീവിക്കാനായിട്ട് വിട്ടു തന്നൂടെ എന്നാണ് അവർ ചോദിക്കണത്. അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു ഈ ആയത്തിൽ പറയണേ. അലം തറ, നീ കണ്ടില്ലേ? ആരെയാണ്? ഇലല്ലദീന, യാതൊരു കൂട്ടരെ, ഖീലലഹും, അവരോട് പറയപ്പെട്ടു, കുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകളെ തടഞ്ഞു വെക്കുവിൻ എന്ന്. അപ്പോൾ നിങ്ങളുടെ കരങ്ങളെ തടഞ്ഞു വെക്കുവിൻ എന്ന് പറയപ്പെട്ട ഒരു കൂട്ടം ആളുകളെ നബിയെ താങ്കൾ കണ്ടില്ലേ എന്നാണ് ചോദിക്കണത്. അവരോട് എന്തെന്നാ പറഞ്ഞത്? കൈകൾ തടഞ്ഞു വെച്ചുകൊണ്ട് വ അഖീമുസ്സലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, വ ആത്തുസ്സക്കാത്ത, നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിർവഹിക്കണമായിട്ട് നമസ്കാരമോ സക്കാത്തോ ആയിരുന്നില്ല, പക്ഷേ മുമ്പുള്ള സമൂഹങ്ങൾക്കും സക്കാത്തും നോമ്പും നമസ്കാരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മറ്റൊരു രീതിയിലായിരുന്നു എന്ന് മാത്രം. അപ്പോൾ അവരോട് അന്ന് പറയപ്പെട്ട എന്താണ്? നിങ്ങൾ യുദ്ധം ചെയ്യണ്ട, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക, നമസ്കാരം നിർത്തുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഫലമ്മ കുത്തിബ അലൈഹിമുൽ ഖിതാൽ, അങ്ങനെ അവർക്ക് യുദ്ധം നിയമമാക്കിയപ്പോഴോ, ഇവിടെ കുത്തിബ എന്ന് വെച്ചാൽ രേഖപ്പെടുത്തി അല്ലെങ്കിൽ നിയമമാക്കി എന്നൊക്കെയാണ്. ഇവിടെ അർത്ഥം നിയമമാക്കിയതാണ്. അലൈഹിമുൽ ഖിതാൽ, ഖിതാൽ എന്താണ്? യുദ്ധം. അപ്പോൾ യുദ്ധം നിയമമാക്കിയപ്പോൾ ഇതാ ഫരീഖും മിൻഹും, അവരിൽ ഒരു വിഭാഗം ആളുകൾ, എല്ലാവരും അല്ല, അവരിൽ കുറച്ച് ആളുകൾ, അതായത് വിശ്വാസം ശരിക്കും ഉറക്കാത്ത ആളുകൾ അല്ലെങ്കിൽ കപട വിശ്വാസികളായ ആളുകൾ, അവരെന്താ ചെയ്യുക? അവർക്ക് എന്താ പറ്റിയത്? യഖ്ശൗനന്നാസ, അവർ ജനങ്ങളെ ഭയപ്പെടുന്നു. എന്താണ്? ശത്രുക്കളെ അവർ ഭയപ്പെടുകയാണ്. കഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ. ഔ അല്ലെങ്കിൽ അശദ്ദ ഖശിയ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവർ ശത്രുക്കളെ ഭയപ്പെടുന്നു. എന്തിനാണ് അവർ ഭയപ്പെടാൻ കാര്യം? ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുമോ എന്നാണ് അവരുടെ പേടി. അപ്പോൾ അവർ പറയണ എന്താണ്? വഖാലു, അവർ പറയുകയും ചെയ്തു, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലിമ, എന്തിനാണ്, കതബ്ത, എന്തിനാണ് നീ നിയമമാക്കിയത്, അലൈനൽ കിതാൽ, ഞങ്ങളുടെ മേൽ യുദ്ധം എന്തിനാണ് നിയമമാക്കിയത്, ലൗല അഖർതന, നിനക്ക് ഞങ്ങളെ കുറച്ചങ്ങോട്ട് നീട്ടി തന്നൂടെ. അഖറാൻ എന്താണ്? പിന്തിച്ചു തന്നൂടെ, അതായത് ഞങ്ങൾക്ക് ആയുസ് കുറച്ച് നീട്ടി തന്നൂടെ എന്നാണ് ചോദിക്കണത്. ഇല അജലിൻ ഖരീബ്, അടുത്ത ഒരു അവധി വരെ, കുറച്ച് നാളും കൂടി ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം തന്നൂടെ എന്നാണ് അവർ ചോദിക്കണത്. കുൽ, പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോട് എന്താ പറയേണ്ടത്? മതാഉദ്ദുനിയ, ഇഹലോകത്തിലെ വിഭവം, ഖലീൽ, വളരെ കുറച്ചാണ്, വൽ ആഖിറത്തു, പരലോകമാകട്ടെ, ഖൈറുൻ, ഏറ്റവും ഉത്തമമാണ്, ലിമനിത്തഖ, ആർക്കാണ്? സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, വലാ തുദ്ലമൂന, നിങ്ങൾ അക്രമം ചെയ്യപ്പെടുകയില്ല, ഫത്തീല, ഒരു തരിമ്പ് പോലും. ഫത്തീല നമ്മൾ മുമ്പ് പഠിച്ച വാക്കാണല്ലേ, ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ ഒരു ചാലുണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു നാരിനെയാണ് ഫത്തീൽ എന്ന് പറയുക. അത്ര പോലും, വളരെ ഒരു നേരിയ അംശം പോലും നിങ്ങൾ അക്രമം ചെയ്യപ്പെടുകയില്ല. നിങ്ങൾക്കിവിടെ യുദ്ധത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിൽ അതിനുള്ള പ്രതിഫലം പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു തരും, നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ഇങ്ങനെ പറയണത് കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് അല്ലേ അള്ളാഹു. ഈ ലോകം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു കാലയളവ് മാത്രമാണ്, നിങ്ങൾക്ക് പരലോകത്താണ് ഉത്തമമായ പ്രതിഫലമുള്ളത്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ് അള്ളാഹു പറയണത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് മരണത്തെക്കുറിച്ചിട്ടാണ്. കാരണം എന്താ? ഇവർ യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കണം എന്താണ്? യുദ്ധത്തിൽ മരിച്ചു പോവോ എന്ന് പേടിച്ചിട്ടാണ് അല്ലേ. ആ വിശ്വാസം ഉറക്കാത്ത ആളുകൾക്കാണ് അങ്ങനത്തെ പേടിയുള്ളൂ. മറ്റവർക്ക് എന്താണ്? ഷഹീദായതിൻ്റെ കൂലി അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് യുദ്ധം ചെയ്യാൻ, സത്യവിശ്വാസികൾക്ക് ഒരു മടിയുമില്ല. ഇതിൽ തന്നെ ഈ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ വിശ്വാസം ഉറക്കാത്ത ആളുകളും കപട വിശ്വാസികളായ ആളുകളോടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്. എന്താണ്? ഇഹലോകം വളരെ തുച്ഛാണ്, നിങ്ങൾ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞത് അല്ലേ. ഇനി അള്ളാഹു പറയാണ്, ഈ മരണം എന്ന് പറയണത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പിടികൂടും. നിങ്ങൾക്കൊരു സമയം അള്ളാഹു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ യുദ്ധത്തിന് പോയാലും പോയില്ലെങ്കിലും ആ സമയമാകുമ്പോൾ നിങ്ങൾ മരണപ്പെടും എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ആയത്ത് നമുക്ക് നോക്കാം. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ വഇൻ തുസിബുഹും ഹസനതുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ് وإن تصبهم سيئة يقول هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا. أينما എവിടെ, തക്കൂനു നിങ്ങളായിരുന്നാലും, കാന ആയി, യക്കൂനു ആകുന്നു, തക്കൂനു നിങ്ങളാകുന്നു. അപ്പം നിങ്ങൾ എവിടെ ആയിരുന്നാൽ തന്നെയും യുദ്രിക്കുമുൽ മൗതു, നിങ്ങളെ മരണം പിടികൂടും.
വലൗ കുന്തും നിങ്ങളായിരുന്നാലും ഫീ ബുറൂജിൻ, ബുറൂജിൽ ചെന്നൊരു കൊത്തളങ്ങളിൽ ഒരു ഭദ്രമായ ഒരു കോട്ടയിലാണെങ്കിലും മുഷയ്യത കെട്ടിപ്പൊക്കപ്പെട്ട, നിങ്ങൾ എത്ര ഭദ്രമായ ഒരു കെട്ടിപ്പൊക്കപ്പെട്ട ഒരു കോട്ടയിലായിരുന്നാൽ പോലും നിങ്ങളുടെ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ നിങ്ങൾ മരണത്തെ പേടിച്ചുകൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കണ്ട, നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾ മരണപ്പെടും എന്നർത്ഥം. എത്രയോ സ്വഹാബികളുണ്ട്, ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ ഷഹീദായ ആളുകളുണ്ടല്ലേ. മണിയറയിൽ നിന്നും യുദ്ധത്തിൻ്റെ ആഹ്വാനം കേട്ട് പോയ ആളുകളൊക്കെ ഉണ്ട്, ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്തിട്ടുണ്ട്. അതേ സ്ഥാനം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനെ പോലുള്ള സ്വഹാബികളൊക്കെ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തു, പക്ഷേ ഒരൊറ്റ യുദ്ധത്തിലും ഷഹീദായില്ല. അദ്ദേഹം സാധാരണ രീതിയിലുള്ള മരണമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അപ്പോൾ മരണം അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ, യുദ്ധത്തിന് പോയതുകൊണ്ട് ഒരിക്കലും മരിക്കില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി ഈ ആളുകളുടെ ഒരു സ്വഭാവം അള്ളാഹു പറയാണ്, ഇവർക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാവുകയാണെങ്കിൽ അവർ പറയും ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്. അതായത് ഇവർക്കിപ്പോൾ എന്തെങ്കിലും നല്ലൊരു സമയം വരാണ്, നല്ല വിളകൾ കിട്ടി, അല്ലെങ്കിൽ മക്കളെ കിട്ടി, അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് അനുഗ്രഹം കിട്ടിയാൽ അവർ പറയും ഇതൊക്കെ അള്ളാഹു ഞങ്ങൾക്ക് തന്നാണെന്ന് പറയും. ഇനി ഇവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ, അതായത് ഇപ്പോൾ ഇവർക്ക് വരൾച്ച വരാണ്, അല്ലെങ്കിൽ അവരുടെ കൃഷി നശിച്ചു പോവുകയോ അല്ലെങ്കിൽ അവരുടെ കന്നുകാലികൾ നശിച്ചു പോവുകയോ ചെയ്താൽ അവർ പറയും ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണം ഉണ്ടായതാണെന്ന് പറയും. അള്ളാഹു അപ്പോൾ അവർക്ക് മറുപടി കൊടുക്കാൻ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് തന്നെയാണുള്ളത് എന്ന് അള്ളാഹു പറയാണ്. ആയത്തിൻ്റെ ബാക്കി ഭാഗം നോക്കാം നമുക്ക്. വ ഇൻ തുസിബുഹും, ഇന്ന് ചെങ്കിൽ, അസ്വാബാന്ന് ബാധിച്ചു, തുസിബുഹും അവർക്ക് ബാധിച്ചു എങ്കിൽ, ഹസനത്തുൻ, ഹസനത്ത് എന്തെങ്കിലും നന്മ, യഖൂലു അപ്പോൾ അവർ പറയും ഹാദിഹി ഇത് മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നും ഉള്ളതാണെന്ന് അവർ പറയും. വ ഇൻ തുസിബുഹും ഇനി അവർക്ക് ബാധിക്കുകയാണെങ്കിലോ, സയ്യിഅത്തുൻ എന്തെങ്കിലും ഒരു തിന്മ ബാധിച്ചാലോ, യഖൂലു അവർ പറയും ഹാദിഹി മിൻ ഇൻദിക് ഇത് നിന്റെ അടുക്കൽ നിന്നാണ്, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമാണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത് എന്ന് അവർ പറയും. ഫഖുൽ നബിയെ പറയുക, കുല്ലും മിൻ ഇൻദില്ലാ ഇതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളത് തന്നെയാണെന്ന് പറയാണ് അള്ളാഹു. ഫമാലിഹ ഉലായി ഇക്കൂട്ടർക്ക് എന്നാൽ എന്താണ്, അൽ ഖൗം ഈ ജനതയ്ക്ക്, ലാ യകാദൂന അവർ കാതെന്ന് ചാകാറായി എന്നാണ്, അവരാകൂല, യഫ്ഖഹൂന അവർ ഗ്രഹിക്കുകയില്ല, ഹദീസ ഒരു വർത്തമാനവും അല്ലെങ്കിൽ ഒരു വിഷയവും, അവർക്ക് ഇവിടെ നടക്കണ ഒരു കാര്യവും ഗ്രഹിക്കാനായിട്ട് അവർക്ക് പറ്റൂല. ഇതൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞു കൊടുത്താലും ഇതൊന്നും അവരുടെ തലയിൽ കയറൂല എന്ന് അള്ളാഹു പറയാണ്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ഈ നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് പറഞ്ഞല്ല, എന്നാലും അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏതൊരു നന്മയും അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. പക്ഷെ തിന്മയാകട്ടെ എന്താണ്, മനുഷ്യർ തന്നെയാണ് അതിൻ്റെ കാരണം. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കാരണമാണ് അവർക്ക് ആ തിന്മ ഉണ്ടാകുന്നത്. അത് അള്ളാഹു അറിഞ്ഞിട്ട് തന്നെയാണ്, അള്ളാഹു തന്നെയാണ് ആ തിന്മ വെക്കണതും, പക്ഷെ അതിൻ്റെ കാരണം മനുഷ്യനാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് തന്നെ. ആയത്ത് നമുക്കൊന്ന് നോക്കാം. മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക് വഅർസൽനാക ലിന്നാസി റസൂലാ വകഫാ ബില്ലാഹി ഷഹീദാ. മാ അസ്വാബക, അസ്വാബ ബാധിച്ചു, ലെക്ക നിനക്ക്, മാന്ന് വെച്ചാൽ എന്താണോ യാതൊന്ന്, അപ്പം നിനക്ക് എന്ത് തന്നെ ബാധിച്ചാലും, മിൻ ഹസനത്തിൻ നന്മയായിട്ട്, ഫമിനല്ലാ അത് അള്ളാഹുവിൽ നിന്നാകുന്നു, അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവുമാകുന്നു അത്. വമാ സ്വാബക നിനക്ക് എന്തു ബാധിച്ചാലും, മിൻ സയ്യിഅത്തിൻ എന്ത് തിന്മയായിട്ട് നിനക്ക് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഫമിൻ നഫ്സിക് അത് നിന്റെ സ്വന്തത്തിൽ നിന്ന് തന്നെയാണ്, അതായത് നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ തിന്മ വന്നിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. അർസൽനാക്ക ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിന്നെ നാം അയക്കുകയും ചെയ്തിരിക്കുന്നു, ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, റസൂല ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ റസൂലായിട്ടാണ് ഞാൻ താങ്കളെ അയച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു പറയാണ്. വകഫാ ബില്ലാഹി ഷഹീദ അതിന് സാക്ഷിയായി അള്ളാഹു തന്നെ മതി. ബാക്കിയുള്ളവർക്കൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് പ്രവാചകൻ തന്നെയാണോ അല്ലെങ്കിൽ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണോ എന്നൊക്കെ പല സംശയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അള്ളാഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസമാണല്ലേ പറയണത്, മനുഷ്യർക്ക് റസൂലായിട്ട് ഞാനാണ് നിന്നെ അയച്ചിരിക്കണത്, അതിന് സാക്ഷിയായിട്ട് ഞാൻ തന്നെ മതി എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ അവസാനത്തെ ഭാഗം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പ്രബോധനം ചെയ്യൽ മാത്രമാണ്. ഇനി ആരൊക്കെ തന്നെ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ല, ആർക്കും തെളിവ് സ്ഥിരീകരണം ഒന്നും ആവശ്യമില്ല, അള്ളാഹുവിൻ്റെ സാക്ഷ്യം തന്നെയാണ് ധാരാളം, മറ്റുള്ളവർ അംഗീകരിക്കണില്ല അല്ലെങ്കിൽ അത് ഓർത്തിട്ടൊന്നും വിഷമിക്കണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞ എന്താണ്? ദുർബലരായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ എന്താണ് കുഴപ്പം? നിങ്ങൾ എന്താണ് യുദ്ധം ചെയ്യാത്തത് എന്നാണ് അള്ളാഹു ചോദിക്കണത്. ദുർബലരായ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അവർ അവരുടെ രക്ഷിതാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, റബ്ബെ ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കണ ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അത് ഈ ലോകാവസാനം വരെയുള്ള ഒരു കാലഘട്ടത്തിനും പ്രസക്തമാണ് ഈ ഒരു ആയത്ത്. നമ്മൾ എവിടെ അനീതി കണ്ടാലും അല്ലെങ്കിൽ ഏതൊരു ദുർബലരെ കണ്ടാലും നമ്മൾ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? അവരെ സഹായിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. പിന്നെ അള്ളാഹു പറഞ്ഞു പലതരത്തിലും ആളുകൾ യുദ്ധം ചെയ്യുമല്ലേ, പല കാരണങ്ങളാണ് യുദ്ധം ചെയ്യാനായിട്ട്. അപ്പോൾ സത്യവിശ്വാസികൾ യുദ്ധം ചെയ്യണം എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അവർ യുദ്ധം ചെയ്യണത്, അവർ നീതിക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യണത്. പക്ഷേ അവിശ്വസിച്ച ആളുകൾ എങ്ങനെയാണ്? അവർ താഗൂത്തിൻ്റെ മാർഗത്തിലാണ്. അവരുടെ ചിലർ ദേഹേച്ഛയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ശക്തികൾക്ക് വേണ്ടിയായിരിക്കാം അവർ യുദ്ധം ചെയ്യണത്. അപ്പോൾ അള്ളാഹു സത്യവിശ്വാസികളോട് പറയാണ്, നിങ്ങൾ പിശാചിൻ്റെ മിത്രങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ. അവർക്ക് എത്ര തന്നെ അവർ തന്ത്രം പ്രയോഗിച്ചാലും അവരുടെ തന്ത്രമൊക്കെ വളരെ ദുർബലമാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നും എല്ലാവരും അവർക്ക് സപ്പോർട്ടാണ്, അല്ലെങ്കിൽ എല്ലാ മീഡിയാസും അല്ലെങ്കിൽ വലിയ വലിയ രാജ്യങ്ങളൊക്കെ അവർക്ക് കൂട്ടാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവരെന്തൊക്കെ തന്നെ തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും അതൊക്കെ ദുർബലമാണ്. നിങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്യൂ എന്നാണ് അള്ളാഹു പറയണത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, ഇവർ മക്കയിലുണ്ടായിരുന്നപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? ഞങ്ങളെ ഒന്ന് യുദ്ധം ചെയ്യാൻ അനുവദിക്കൂ എന്ന് ചോദിച്ച ആളുകളായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന എന്തായിരുന്നു? നിങ്ങൾ കൈകൾ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ കൈകൾ അടക്കി വെക്കുക, നിങ്ങൾ നമസ്കാരം നടത്തുകയും സക്കാത്ത് ചെയ്യുക എന്ന് പറഞ്ഞ ആളുകൾക്ക് യുദ്ധം നിയമമാക്കിയപ്പോൾ എന്താണ് അവർ ചെയ്തത് എന്നാണ് അള്ളാഹു പറഞ്ഞത് അല്ലേ. അങ്ങനെ യുദ്ധം നിയമമാക്കിയപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അള്ളാഹുവെ, ഞങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ യുദ്ധം നിയമമാക്കിയത്? ഞങ്ങൾക്ക് കുറച്ച് നാളും കൂടിയും ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നീട്ടി തന്നൂടായിരുന്നു എന്നാണ് അവർ ചോദിക്കണത്. അവർ അള്ളാഹുവിനെ പേടിക്കണ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശത്രുക്കളെ പേടിക്കുകയാണ് അല്ലേ, മറ്റ് ജനങ്ങളെ പേടിക്കുകയാണെന്നാണ് അള്ളാഹു പറയാണ്. അപ്പോൾ അള്ളാഹു അവർക്കൊരു മറുപടി കൊടുക്കുകയാണ്, ഈ ലോകത്തിലെ വിഭവങ്ങളെല്ലാം വളരെ തുച്ഛമാണ്, അത് വളരെ കുറച്ച് കാലത്തേക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങൾക്ക് പരലോകത്താണ് ഏറ്റവും ഉത്തമമായതുള്ളത്. നിങ്ങളോട് ആരോടും അള്ളാഹു ഒരു തരത്തിലും അനീതി കാണിക്കുകയില്ല. ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ ആ ചാലിലുള്ള ഒരു നാരിൻ്റെ അത്ര പോലും അള്ളാഹു അക്രമം കാണിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. പിന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മരണത്തെ പേടിച്ചിട്ടല്ലേ ഈ യുദ്ധത്തിന് പോവാണ്ട് പിന്തിരിഞ്ഞ് നിൽക്കണത്. ഈ മരണം നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും, യുദ്ധത്തിനൊക്കെ പോവാണ്ട് ഏത് കോട്ടയിൽ പോയി ഒളിച്ചാലും നിങ്ങൾക്ക് സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞു തരികയാണ്. അപ്പോൾ അവരെന്താ പറഞ്ഞിരുന്നത്? അവർക്ക് എന്തെങ്കിലും നന്മയൊക്കെ ഉണ്ടായാൽ അവർ പറയും, ഇതൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണെന്ന് അവർ പറയും. ഇനി എന്തെങ്കിലും തിന്മ കിട്ടിയാലോ, തിന്മ ബാധിച്ചാൽ അവർ പറയും, എന്താ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമാണ് ഞങ്ങൾക്കിത് വന്നത് എന്ന് പറയും. നമ്മൾ സൂറത്തു യാസീനിലൊക്കെ പറയുന്നുണ്ടല്ലേ, ആ ഒരു നാട്ടിലേക്ക് 3 പ്രവാചകന്മാരെ അള്ളാഹു അയച്ചപ്പോൾ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് നിങ്ങൾ ദുശ്ശകനാണെന്നാണ് അവർ പറയണത്. അത് കഴിഞ്ഞ പ്രവാചകന്മാരോടൊക്കെ ആളുകൾ പറഞ്ഞ മാതിരി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ പറയാണ്, ഇവർക്ക് എന്തെങ്കിലും മോശമായ കാര്യം ബാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും, എന്താ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമാണ് ഉണ്ടായത് എന്ന് അവർ പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ചെന്ന ഉടനെ കുറച്ച് നാൾ അവർക്ക് അവിടെ ക്ഷാമം ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയാൻ കാരണം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമാണ് ഉണ്ടായെന്ന് അവർ പറയും. അപ്പം അള്ളാഹു പറയാണ്, ഇതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്, നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാതും അള്ളാഹുവിൽ നിന്ന് തന്നെ ഉണ്ടാവണതാണെന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഗ്രഹിക്കാനായിട്ട് ഇവർക്ക് കഴിയണില്ല, ഈ ഒരു കൂട്ടർ ആളുകൾക്ക് കഴിയണില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. പിന്നെ അള്ളാഹു പറഞ്ഞു, ഈ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെങ്കിലും ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് എന്ത് തന്നെ നന്മ കിട്ടിയാലും അതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യവും അനുഗ്രഹവുമാണ്. ഇനി നിങ്ങൾക്ക് തിന്മ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ തിന്മ ഉണ്ടായത്. അത് അള്ളാഹുവിൽ നിന്നാണ് ആ തിന്മ ഉണ്ടായത്, പക്ഷെ അതിൻ്റെ കാരണം നിങ്ങളുടെ പ്രവൃത്തി മൂലമാണെന്ന് അള്ളാഹു പറയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസമായിട്ട് അള്ളാഹു പറയാണ്, നബിയെ, താങ്കളെ ജനങ്ങൾക്ക് റസൂലായി അയച്ചത് ഞാനാണ്, അതിന് സാക്ഷിയായി ഞാൻ തന്നെ മതി. ഇനി ആരൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചാലും വിശ്വസിക്കാതിരുന്നാലും ഒന്നും കുഴപ്പമില്ല, ഇതിനെല്ലാം സാക്ഷിയായി അള്ളാഹു തന്നെ മതിയെന്ന് ഒരു ആശ്വാസവാക്ക് അള്ളാഹു പറയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ഓഡിയോ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.